കാലാവസ്ഥ കണ്ടിട്ട് ഇന്ന് നല്ലൊരു മഴ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നാ തോന്നുന്നത്. എത്രയായി ഒരു മഴയൊക്കെ പെയ്തിട്ട് തന്നെ. ഈ ചൂടൊക്കെ മാറിയിട്ട് എത്രയും പെട്ടെന്ന് മഴക്കാലം തുടങ്ങിയാ മതിയായിരുന്നു. എന്ത് ചെയ്യാനാ, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയവും കാലൊക്കെ ഉണ്ട്. എന്തായാലും ഈ കാലാവസ്ഥ അടിപൊളി. എന്താച്ചാ? എടാ മോനെ, കടയിൽ പോയിട്ട് 1 കിലോ ഉള്ളി, 1/4 കിലോ തക്കാളി, പിന്നെ 1 പാക്കറ്റ് ഉപ്പ്, ഇത്തിരി സാധനങ്ങൾ വാങ്ങിട്ട് വരണം കേട്ടോ. നിന്റെ അമ്മ പണിക്ക് പോകുമ്പോ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയതാ നിന്നോട് വാങ്ങാൻ പറയണമെന്ന്. എനിക്കിന്ന് ജോലി ലീവാന്നുള്ള കാര്യം അവൾ അറിയാൻ പാടില്ല കേട്ടോ. എനിക്ക് തൊമ്മന്റെ കൂടെ ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അതൊന്നൊരു പ്രശ്നമില്ല, ഇപ്പൊ വെയിലൊന്നുമില്ലല്ലോ. ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് വാങ്ങിട്ട് വരാം. ആ മോനെ ശരി, കാശ് താഴെ മേശയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാ പിന്നെ എന്നെ തൊമ്മൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ പോവാണേ. ശരി. അങ്ങനെ ഒരു പണിയായല്ലോ. എന്നാ പിന്നെ വേഗം കടയിലേക്ക് പോട്ടെ. ചൂടില്ല കണ്ട് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് വെയിലും വന്നല്ലോ. എന്തായാലും കട എത്തിയില്ലേ, വേഗം സാധനം വാങ്ങിട്ട് തിരിച്ചു പോവാം. ചേട്ടാ, 1/2 കിലോ തക്കാളി, 1/4 കിലോ ഉള്ളി, പിന്നെ 1 പാക്കറ്റ് ഉപ്പും കൂടെ എടുത്തേക്ക് കേട്ടോ. ആടാലൊക്കെ ഇപ്പൊ എടുക്കാം. ഇതെന്ത് പറ്റി, നീ സിറ്റ് ഔട്ടിലേക്ക് പോകുന്നില്ലേ? എന്റെ ചങ്ങാതിമാരൊക്കെ ഇപ്പൊ സിറ്റ് ഔട്ടിലേക്ക് പോയല്ലോ. ചങ്ങാതിമാരോ? മാക്സി മാധവാണോ നിങ്ങൾ പറഞ്ഞത്? അവര് സിറ്റൗട്ടിലേക്ക് പോയോ? ആടലൊക്കെ കുറച്ചു നേരത്തെ പോയതേ ഉള്ളൂ. ചേട്ടാ, എന്നാ പിന്നെ ഞാനിപ്പോ പറഞ്ഞ സാധനങ്ങളൊന്നും എടുക്കല്ലേ, ഞാൻ ഇപ്പൊ വരാം കേട്ടോ. ഞാനൊന്ന് സിറ്റൗട്ട് പോയിട്ട് വരാവേ. എന്നെ വിളിക്കാതെ വല്ല ഫുഡ് അടിക്കാൻ പോകാനുള്ള പ്ലാൻ എങ്ങനായിരിക്കും. വേഗം ഞാൻ പോട്ടെ. കോപ്പ് പറയണ്ടായിരുന്നു, ഒരു കച്ചവടം മുടങ്ങി. പറഞ്ഞതുപോലെ ഇവിടുത്തിട്ടുണ്ടല്ലോ, എന്തോ പ്ലാൻ ചെയ്യുവാണെന്നാ തോന്നുന്നത്. ഏവളോ, അപ്പൊ ഇത്രയൊക്കെ ആയല്ലേ? നമ്മളൊന്നും വിളിക്കത്തില്ലല്ലേ സിറ്റൗട്ടിലേക്ക് വരുമ്പോ? അല്ലെങ്കിൽ നമുക്ക് അറിയാം, അതൊക്കെ അത്രേ ഉള്ളൂ. എന്നെ വിളിച്ചായിരുന്നോ? എനിക്ക് ഭ്രാന്ത് പിടിച്ച ഒരാവശ്യത്തിനാണ് വിളിച്ചോണ്ടിരിക്കുന്നത്. എന്നാ പിന്നെ ഫോൺ എടുക്കുക, അതും ഇല്ല. നീ എവിടെയായിരുന്നു? നീ വീട്ടിൽ തന്നെയാണോ ഉണ്ടായിരുന്നത്? ആണ് മാക്സിമം, ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്റെ ഫോൺ എന്നാ സൈലന്റ് ആയിരിക്കും. ഏതോ മൂലൊക്കെ ഞാൻ വെച്ചതാ, ഫോണിന്ന് എടുത്തിട്ടേ ഇല്ല. അതിരിക്കട്ടെ, എന്താ കാര്യം? ആദ്യമേ നീ എന്താ ബാഗൊക്കെ എടുത്തിട്ട് എവിടെ പോവാ? നാട് വിടുവാണോ? നാട് വിടുവന്നല്ല, ഒരാവശ്യത്തിന് പോവാണ്. ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പൊ നിന്നെ വിളിച്ചിട്ട് പോവാന്നാ വിചാരിച്ചത്. പിന്നെ നീ വിളിച്ചിട്ട് എടുക്കാത്തന്നെ ഞാൻ പറ്റി മാക്സിമിനെ കൂട്ടിയിട്ട് പോവാന്ന്. അപ്പൊ മാക്സിമിന് അവന്റെ അച്ഛന്റെ കൂടെ എവിടെയോ പോവാനുണ്ടെന്ന്. ഓ അങ്ങനെയാണോ? ഞാൻ വിചാരിച്ചു നിങ്ങൾ രണ്ടാളും കൂടി എവിടെങ്കിലും ഫുഡ് അടിക്കാൻ പോകാനുള്ള പ്ലാനിങ്ങിലാണെന്ന്. ഫുഡും അടിക്കാലോ പോകുമ്പോ. നീ വരുന്നോ? നീ ഫ്രീ ആണെങ്കിൽ നമുക്ക് പോവായിരുന്നു. എന്തെങ്കിലും അർജന്റ് ആണ്, ഇപ്പൊ തന്നെ പോണം. ഞാൻ ഇപ്പൊ ഫ്രീ ആണ്. ഞാൻ കടയിലേക്ക് കുറച്ച് സാധനം വാങ്ങാൻ വന്നതായിരുന്നു. അപ്പോഴാണ് കടക്കാരൻ ജോസഫേട്ടൻ പറഞ്ഞത് ഇവിടെ നിങ്ങൾ വന്നിട്ടുണ്ടെന്ന്. ആട്ടെ, ഈ പേര് എന്ന സാധനം ഇത് നിങ്ങൾക്ക് ആർക്ക് കൊണ്ടു കൊടുക്കേണ്ടത്? അത് എന്റെ ഒരു ബെസ്റ്റിക്കാണ്. ബെസ്റ്റിയോ? നീയല്ലേ പറഞ്ഞത് നിന്റെ വില്ലച്ചനാണെന്ന്? അതാണ് എന്റെ വില്ലത്തിന്റെ മോളാണ് എന്റെ ബെസ്റ്റി. വില്ലത്തിന്റെ മോളെ വരെ ബെസ്റ്റി ആക്കിയാ? വല്ലാത്ത ടൈപ്പ് തന്നെ. അത് വേറൊന്നല്ല, ഞാൻ ഇതിനിടയ്ക്ക് വില്ലത്തിന്റെ വീട്ടിൽ പോയപ്പോ ഞാൻ അവളെ കണ്ടു. അപ്പൊ അവളെ ഒരുപാട് മാറി കിട്ടോ, നല്ല ലുക്കായി. അപ്പൊ ഞാൻ ചോദിച്ചോ നമുക്ക് ബെസ്റ്റി ആവാന്ന്. അപ്പൊ അവളെന്ത് പറഞ്ഞു? അവള് പറഞ്ഞ് അവൾക്കൊരു ലൈനൊക്കെ ഉണ്ട്, പക്ഷെ ബെസ്റ്റി ആവാമെന്ന്. വല്ലവന്റെയും കഞ്ഞിൽ ഈച്ചയാവാതെ നല്ല രീതിയിൽ ജീവിക്ക്. ഈച്ചൊന്നാവില്ല കേട്ടോ. ഞാൻ പിന്നെ ഇന്ന് അവളെ പോയി കണ്ട് ഐസ്ക്രീം ഒക്കെ തിന്ന് ഈ ഗിഫ്റ്റ് അവൾക്ക് കൊടുത്തിട്ട് വരാന്ന് വിചാരിച്ചു. ഇതിനെ പറയാ ഈച്ചയാവുക എന്ന്. എടാലൊക്കെ എന്നുകൂടെ ക്ഷമിക്ക്, ഇന്നുകൂടെ എനിക്ക് ഈച്ചയെ പറ്റൂ. നാളെ മുതൽ ഞാൻ സിഗ്മ ആയിരിക്കും, നീ കണ്ടോ? എടാലൊക്കെ ഇന്ന് നീ എന്റെ പേര് വരുമോ? എന്റെ അച്ഛന്റെ ഓട്ടോറിക്ഷ ഉണ്ട്, ഞാൻ ഫുഡൊക്കെ വാങ്ങിത്തരാം, നീ പേടിക്കണ്ട. ശരി, അങ്ങനെയാണ് നോക്കേ. ഈ ഓട്ടോ മോഡിഫൈ ചെയ്ത് പുതിയതാക്കിയോ? പിന്നല്ല, എന്റെ ഡാഡി പണ്ടേ പൊളിയല്ലേ. ഡാഡിയാ? ഞാൻ ഓട്ടോക്കാര്. ബിരിയാണി ഉണ്ട്, ബിരിയാണി ചെറിയ വിലക്ക് നല്ല ബിരിയാണി ഉണ്ട്. ദം ബിരിയാണി. പാടൊന്നും നിർത്തോ? ഒരു ബിരിയാണി വെക്കുന്ന വണ്ടിയല്ലേ ഇത്? നല്ല ബിരിയാണിന്റെ മണമുണ്ട് കേട്ടോ. ആണോ? നമുക്കെന്തെങ്കിലും ബിരിയാണി വാങ്ങിട്ട് പോവാം. ഞാൻ റിവേഴ്സ് എടുക്കുന്നുണ്ട് കേട്ടോ. സെറ്റ്. ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും. ചേട്ടാ, ബിരിയാണിക്ക് എത്രയാണ് വില? എടാ പയ്യൻസ്, നല്ല ബിരിയാണി കേട്ടോ. നല്ല ബിരിയാണിയാണ്. നിങ്ങൾ കഴിച്ചാൽ പിന്നെയും കഴിച്ചോണ്ടിരിക്കും. ബിരിയാണിയുടെ പേര് ദം മട്ടൺ ബിരിയാണി. ആ പേര് കേട്ടിട്ട് വായിൽ വെള്ളം ഊർന്നു. ആദമേ, ഒന്ന് വേഗം വാങ്ങ്. ചേട്ടാ, 2 ബിരിയാണി എടുത്തോട്ടോ, 2 ബിരിയാണി. ഓക്കെടാ പയ്യൻസ്, ഇപ്പൊ എടുക്കാം. എന്റെ കയ്യില് ഇപ്പൊ ചില്ലറയില്ല കേട്ടോ, നീ ഇപ്പൊ കൊടുക്ക് കേട്ടോ, ഞാൻ പിന്നെ തരാം. വീണ്ടും പറ്റിച്ച്. വീട്ടിന്ന് സാധനം വാങ്ങാൻ തന്ന കാശാണല്ലോ. ഇനിയിപ്പോ അതെടുത്ത് കൊടുക്കാം. ഒടുക്കത്തെ വിശപ്പ്. തകർതാളം നല്ല തകർതാളം, തകർതാളം നല്ല തകർതാളം. എടാ ആദമേ, ഈ വണ്ടിയിൽ സ്പീക്കർ ഒന്നില്ലേ? നിന്റെ ഈ ഒടുക്കത്തെ പാട്ട് കേട്ട് ഞാൻ മടുത്തു. സ്പീക്കറോ? വണ്ടി ഓടുന്നത് തന്നെ എന്തോ ഭാഗ്യം. നമുക്ക് ഇവിടുന്ന് കഴിക്കാം. ഈ മരച്ചോട്ടിൽ നിന്നിട്ട് നമുക്ക് ആ ബിരിയാണി കഴിക്കാം. അത് ശരിയാ, ഇവിടുന്ന് കഴിക്കാം. നല്ല സ്ഥലം. ആണല്ലോ, വേഗം ഇറങ്ങി ആ ബിരിയാണി എടുക്ക്, നമുക്ക് ഇപ്പൊ തന്നെ തീർക്കാം. ആടെ ബ്രോ, ഓക്കെ. ഞം, ഞം, ഞം. എടാ ബ്രോ, പൊളി കേട്ടോ.
തെറ്റ് ടേസ്റ്റോ വിഷയം. 15 minutes later. എടാ ആദമേ, ഇത് ഒരുപാടായല്ലേ പോകുന്നത്. ബർമൂഡ കഴിഞ്ഞു. ഇത് എവിടെയാ എനിക്ക് പോവേണ്ടത്? അത് പിന്നെ ആൽപ്പയിലാണ് കേട്ടോ എനിക്ക് കാണാൻ പോവേണ്ടത്. ഏതാണ്ട് ഇനിയും 1 മണിക്കൂറത്തെ യാത്രയുണ്ട്. 1 മണിക്കൂറത്തെ യാത്രയാ? ഇത്രയും ദൂരാണെന്ന് പറഞ്ഞെങ്കിൽ ഞാനൊരു നല്ല ഡ്രസ്സെങ്കിലും ഇട്ടേനെ. അതൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ എന്നെ കണ്ടില്ലേ, ഞാൻ ട്രൗസറാണ് ഇട്ടത്. അത് ശരിയാ. എടാ ആദമേ, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഒന്ന് കത്തിച്ചു വിട്. ബ്രോ, എനിക്ക് കത്തിച്ചാല് വണ്ടി കത്തോടാ. പഴയ ജാമ്പോൻ കാലത്തുള്ള വണ്ടിയാണിത്. എന്റെ മുത്തശ്ശന്റെ ഓർമ്മക്കായിട്ടുള്ള വണ്ടിയാണിത്. ഇതിനൊന്നും പറ്റിയ അച്ഛന് സഹിക്കത്തില്ല. ഏത് സമയത്താണോ എന്തോ ഇവന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത്? രാവിലെ 11 മണിക്ക്. ബ്രോ, ഇന്ന് കഴിച്ച ബിരിയാണി എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് അല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് നീ പറഞ്ഞ ശരിയാ. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞാനില്ലെങ്കിൽ എനിക്ക് ബിരിയാണി കിട്ടുമായിരുന്നോ? എന്റെ കൂടെ വന്നത് ഭാഗ്യായില്ലേ ഇപ്പൊ? അതെ അതെ. എന്താണെന്ന് അറിഞ്ഞൂടാ, ബിരിയാണി ഒഴിയില്ല. 2 hours later. പിന്നെ എന്താണ് പറയാൻ? നീ പറ. നീ പറ. വെറുപ്പിച്ച് വെറുപ്പിച്ച് അങ്ങ് എത്തിക്കുവാണല്ലോ. കുട്ടി പറ. ഈ കുട്ടിയുടെ ഒരു കാര്യം കുട്ടി പറഞ്ഞാൽ മതി. എന്തോന്നടാ ഇത്? ഇതൊന്നും എനിക്ക് കണ്ടിരിക്കാൻ വയ്യ. വെറുപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? വെറുതെ വന്നു. ഇനി എത്ര സമയം ഇങ്ങനെ ഇരിക്കേണ്ടി വരുമോ എന്തോ. അയ്യോ അയ്യോ, കക്കൂസ് എവിടെയാ? വെളിയിൽ പോകാൻ തോന്നുന്നു. പൊളപ്പ്. അങ്ങനെ അവസാനത്തെ ബിരിയാണിയും അവന്മാരെ കൊണ്ടുപോയി. ഒരു വിധത്തില് എല്ലാ ഹോട്ടലിലെത്തും വേസ്റ്റ് ഒക്കെ പറക്കി ഉണ്ടാക്കിയ ബിരിയാണിയാ. എന്തായാലും എനിക്ക് നല്ല ലാഭമായി. എത്ര പഴക്കം ഉണ്ടാവുമോ എന്തോ. എന്തായാലും ഈ സ്ഥലത്ത് നിന്ന് വേഗം വിടാം. ഇനി അടുത്ത സ്ഥലത്താവാൻ കച്ചവടം. അത് നിന്നാ പട്ടി വരെ തട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അവന്മാരുടെ കാര്യം എന്തായോ എന്തോ. അപ്പൊ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളെങ്കിൽ തീർച്ചയായും ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. എന്തായാലും കുറച്ച് കഴിഞ്ഞ് റെഡിയും കൂടെ ഒക്കെ ഇൻസ്റ്റ വഴി കൊടുക്കുന്നതായിരിക്കും.